വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി. ഇന്ന് ഖലീൽ ജിബ്രാന്റെ ദ പ്രോഫറ്റ് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് മൂലക്കല്ല്, ദ കോർണർ സ്റ്റോണിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വാചകം ഇതാണ്. അതായത് മൂലക്കല്ല് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കല്ലുകളുടെ കൂട്ടത്തിലിരിക്കുന്നു, അതിന് മുകളിലല്ല. ഏറ്റവും ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ലോ ലെവലിലുള്ള കല്ലുകളുടെ ഒപ്പം ഇരിക്കുന്ന കല്ലാണ് മൂലക്കല്ല്. അതിന്മേലാണ് ആ ബിൽഡിംഗ് പടുത്തുയർത്തപ്പെടുന്നത്. അപ്പം മൂലക്കല്ല് വേറെ കല്ലുകളുടെ മുകളിലല്ല, അത് ഏറ്റവും ലോ ലെവലിലാണ് മൂലക്കല്ല് നിൽക്കുന്നത്. പെട്ടെന്ന് എനിക്ക് ബൈബിളിലുള്ള സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, ഇതിനോട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ സ്ട്രൈക്ക് ചെയ്യുന്നത്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് എറിഞ്ഞു കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറുകയാണ്. അപ്പൊ ക്രിസ്തു അയക്കുന്ന ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ പലതും കെട്ടിപ്പടുക്കാനും അതിൻ്റെ എല്ലാം മൂലക്കല്ലായി മാറാനും ഏറ്റവും ഉപയോഗശൂന്യമായവർക്ക് പോലും സാധ്യമാകും എന്ന സാധ്യത കർത്താവ് ബൈബിളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അതുപോലെ തന്നെ ബൈബിളിൽ വീണ്ടും പറയുന്നു, നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനായിരിക്കണം, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യണം, മറ്റുള്ളവരെ സേവിക്കണം. അപ്പം എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുവാൻ സാധിക്കുക? ഇന്നത്തെ സൊസൈറ്റി നമ്മൾ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ക്രിറ്റിസിസമാണ്. നിന്റെ ജീവിതത്തിനെക്കുറിച്ച് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷേ എൻ്റെ ജീവിതത്തിനെക്കുറിച്ച് ആരും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ള വാശികളും, എൻ്റെ പാർട്ടി ശരി, നിന്റെ പാർട്ടി തെറ്റ്, ഞാൻ ശരി, നീ തെറ്റ്, ഈ വക എൻ്റെ വിശ്വാസം ശരി, നിന്റെ വിശ്വാസം തെറ്റ്, ഈ വക ചപലതകൾ ജീർണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ കർത്താവ് പറയുന്നു, നീ എന്നെ ജീവന്റെ നാഥനായി സ്വീകരിച്ചാൽ, നീ ഈ സമൂഹത്തിന് മുമ്പിൽ എത്ര വിലകെട്ടവനായാലും എത്ര കുറഞ്ഞവനായാലും നിന്നെ എൻ്റെ പദ്ധതി അനുസരിച്ചുള്ള കെട്ടിപ്പടുക്കലുകൾക്ക് മൂലക്കല്ലാക്കാൻ ശക്തിയുള്ളവരാണ് ഞാൻ. നീ എന്നിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതുപോലെ തന്നെ നീ എന്നെ അനുകരിക്കുക. എളിമയോടെ മറ്റുള്ളവർക്ക് സേവ ചെയ്യുക, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. ഇതുപോലുള്ള ഒരു മഹത്തരമായ ക്രിയേഷൻസിന് അല്ലെങ്കിൽ കെട്ടിപ്പടുക്കലുകൾക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. നമ്മൾ എത്ര ഉപയോഗശൂന്യമാണെന്ന് ഇന്നത്തെ ലോകം നമ്മളെ തള്ളി പറഞ്ഞാലും കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവ് പറയുന്ന വചനങ്ങൾ കേൾക്കുക, പാലിക്കുക, കർത്താവിനെ ജീവന്റെ നാഥനായി സ്വീകരിക്കുക, അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കുക. ഈ യാത്രയിൽ
പാവങ്ങളെ വെറുക്കുക, പാപികളെ സ്നേഹിക്കുക. യേശുവെ നന്ദി, സ്തുതി, ആരാധന.